വാഹനാപകടത്തിൽ മൂന്നാം തവണയും നോട്ടീസ് അവഗണിച്ചതോടെ നടൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. സുരാജിൻ്റെ കാർ ഇടിച്ച് ബൈക്ക് യാത്രികനെ പരിക്കേറ്റ സംഭവത്തിലാണ് നടപടി. എറണാകുളം RTO ഓഫീസിലാണ് കാരണം കാണിക്കൽ നോട്ടീസ്. RTO ഓഫീസാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. പക്ഷേ ഈ നോട്ടീസ് 3 തവണ അയച്ചിട്ടും സുരാജ് പ്രതികരിച്ചില്ല എന്നാണ് അവരുടെ പരാതി. വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. സുരാജ് പ്രതികരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത് സംബന്ധിച്ച് ഒരു മറുപടിയും ഈ ഉദ്യോഗസ്ഥർക്ക് സുരാജ് വെഞ്ഞാറമൂട് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജൂലൈ 29 രാത്രിയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അന്ന്, അതായത് തമ്മനം കാരേക്കോടം റോഡിലാണ് അപകടം ഉണ്ടാവുന്നത്. ഈ ഭാഗത്ത് നിന്ന് സുരാജ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. ഈ പോകുന്ന സമയത്ത് എതിർദിശയിലേക്ക് വന്ന ബൈക്ക് യാത്രികനുമായി ഈ വാഹനം കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുന്നു. മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലതുകാലിന്റെ പെരുവിരലിന്റെ അസ്ഥി ഒടിയുകയും പരിക്ക് പറ്റുകയും ചെയ്തു. പിന്നീട് പാലാരിവട്ടം പോലീസ് ഇതിൽ കേസെടുക്കുകയും അത് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ തുടർ നടപടികൾക്കായാണ് മോട്ടോർ വാഹന വകുപ്പ് സുരാജ് വെഞ്ഞാറമൂടിന് നോട്ടീസ് നൽകിയത്. വിശദീകരണം കാണിക്കണമെന്നും ഹാജരാകണമെന്നും ഒക്കെ ഉൾപ്പെടെയാണ് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ തുടർച്ചയായി 3 തവണ നോട്ടീസ് നൽകിയിട്ടും അതിൽ ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകാനോ സുരാജ് വെഞ്ഞാറമൂട് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നത്. ഇതിന്റെ ഒരു ഘട്ടമെന്ന നിലയിൽ സുരാജിന്റെ ഈ ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള കടുത്ത നടപടിയിലേക്ക് RTO ഉദ്യോഗസ്ഥർ നീങ്ങുന്നുവെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. SK. Okay, thank you, Vinita Vijay.